ഒരു സിനിമ തുടങ്ങി 4.5 മിനിറ്റിന് ശേഷം ആദ്യത്തെ ഡയലോഗ്, അതും മലയാളത്തിലെ ഒരു വലിയ തെറി. എന്നിട്ടും ആ ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്ററായി. ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ഫടികം എന്ന് പറയുന്ന ഒരു സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. നമുക്കറിയാം, ഭദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ അയ്യർ ദി ഗ്രേറ്റ് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമയാണ്. അദ്ദേഹം അധികം സിനിമകളൊന്നും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്ത സിനിമകൾ ഒന്നിനൊന്ന് മെച്ചമുള്ള സിനിമകളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഉടയവൻ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഉടയവൻ എന്ന സിനിമയിൽ മലയാളത്തിലെ ഒരുവിധ എല്ലാ ആർട്ടിസ്റ്റുകളും, അന്ന് പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നാസർ ഉണ്ട്. അപ്പോൾ ഉടയവൻ എന്ന് പറയുന്ന സിനിമയിൽ നാസർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കധികം എന്താ പറയുക, ആ ഒരു സിനിമയൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ട സിനിമയല്ല. നാസറിൻ്റെ കഥാപാത്രവും നമ്മൾ പലരും ഓർത്തിരിക്കുന്നൊന്നുമല്ല. പക്ഷേ സ്ഫടികം എന്ന് പറയുന്ന സിനിമയിൽ നാസർ ശരിക്ക് അഭിനയിക്കേണ്ടതായിരുന്നു. അന്ന് നാസർ അഭിനയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടർ, നാസറിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ എന്നും ഓർക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു സിനിമയിൽ സ്ഫടികം ജോർജ് എന്ന് പറയുന്ന ഒരു നടൻ, ജോർജ് എന്ന പേരിൽ അദ്ദേഹം അതിന് മുമ്പും കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്ഫടികം ജോർജായി മാറിയതും, മലയാളത്തിൽ എന്താ പറയുക, ഒരു സ്ഥാനം നേടിയ ഒരു നടനായി അദ്ദേഹം മാറിയതൊക്കെ സ്ഫടികം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത് തെറിയാണെന്നുള്ളത്. അത് നിങ്ങൾ എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും ഈ അടുത്താണ് അത് ശ്രദ്ധിച്ചത്. കാരണം ഭദ്രൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ സ്ഫടികത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു 2 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ആ ഒരു സിനിമ തുടങ്ങി 4 മിനിറ്റോ 5 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ആ ഒരു ആദ്യത്തെ ഡയലോഗ് വരുന്നത്. അതൊരു തെറിയാണ്. നീ കൊച്ചിന്ന് ആളുകളിറക്കി എന്നെ തല്ലിക്കൊല്ലാ. അത് അന്ന് ലാലേട്ടൻ്റെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ അത് ചെയ്യാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭദ്രൻ്റെ ഒരു കൺവിക്ഷനാണ്. അദ്ദേഹം പറഞ്ഞു ഈ കഥാപാത്രം അങ്ങനെയാണ്. കാരണം അവരുടെ നാട്ടിൽ അങ്ങനെയാണ്. അതായത് പ്രത്യേകിച്ച് പാലയിലൊക്കെ ആ ഒരു ക്യാരക്ടർ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ അദ്ദേഹം കണ്ട പല കഥാപാത്രങ്ങളെയും പല ഇൻസിഡൻസ് ഒക്കെ വെച്ചാണ് സ്ഫടികം എന്ന് പറയുന്ന ഒരു സിനിമ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വളരെ കൺവിൻസ്ഡായി ലാലേട്ടൻ അത് ചെയ്തു. പിന്നെ ആ ഒരു സിനിമ ഗുഡ് നൈറ്റ് മോഹനാണ്, ഷോഗൻ ഫിലിംസാണ് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു സിനിമ ഒരു 93 കാലഘട്ടങ്ങളാണ് ഇതിൻ്റെ ഒരു എഴുത്തും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഷൂട്ട് തുടങ്ങി അന്ന് മോഹൻലാലും അതുപോലെ തന്നെ സിൽക്ക് സ്മിതയുമായിട്ടുള്ള സീൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇവർ ഷൂട്ട് തുടങ്ങിയത്. അന്നത്തെ മാഗസീൻസിലൊക്കെ ഇതിൻ്റെ കുറേ സ്റ്റിൽസൊക്കെ വന്നു. പക്ഷേ ഈ ഒരു സ്റ്റിൽസും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമയല്ല, അല്ലെങ്കിൽ ഇതൊരു വേറെ തരത്തിലുള്ളൊരു സിനിമയാണെന്നൊക്കെ ഉള്ള പല ഗോസിപ്സും പല ചർച്ചകളൊക്കെ സിനിമ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ വന്നു. അങ്ങനെ ആ ഒരു സിനിമ ഷൂട്ടിംഗ് ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങേണ്ടി വന്നു. ലാലേട്ടൻ വേറെ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ഇത് വീണ്ടും ഷെഡ്യൂൾ തുടങ്ങി, വീണ്ടും അങ്ങനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ പല പല തടസ്സങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തത്. 94 വിഷുവിനാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. 95 വിഷുവിനാണ് ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. അന്ന് നമ്മുടെ മമ്മൂക്കയുടെ മഴയത്ത് മുമ്പേ എന്ന് പറഞ്ഞ ഒരു സിനിമയൊക്കെ അന്ന് തിയേറ്ററിലുണ്ട്. കുറേ സിനിമകൾ അന്ന് തിയേറ്ററിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആണ് ഈ സിനിമയും റിലീസായത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ അന്ന് നമ്മൾ പറഞ്ഞു വില്ലനായിട്ട് സ്ഫടികം ജോർജ്, അതേപോലെ തന്നെ നായികയായിട്ട് നമുക്കറിയാം ഉർവശിയാണ്. ശരിക്കും അന്ന് ശോഭനയായിരുന്നു ഈ ഭദ്രൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ശോഭനയുടെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രശ്നമൊക്കെ ആയിട്ടാണ് ഉർവശീനെ ഇതിൽ അഭിനയിപ്പിച്ചത്. അങ്ങനെ ഉർവശി നല്ല രസമായിട്ട് ചെയ്തു. അതിൽ നമുക്കറിയാം ലാലേട്ടൻ്റെ കുട്ടിക്കാലം ചെയ്തത് ഒരു പുതുമുഖ നടനാണ്. ആ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ ആ നടനെ കാണുന്നത് ഒരു തീവ്രം എന്ന് പറയുന്ന ഒരു സിനിമയുടെ സംവിധായകനായിട്ടാണ് രൂപേഷ് പി തമ്പരൻ. രൂപേഷ് അതിന് ശേഷം ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം എല്ലാവർക്കും പരിചിതമാണ്. അദ്ദേഹം ഇപ്പോൾ വേറെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, വെബ് സീരീസുകൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പല ഇൻ്റർവ്യൂസിലൂടെയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവാദങ്ങളൊക്കെ അദ്ദേഹത്തെ വീണ്ടും കണ്ടു. ഇപ്പോൾ ഒരുവിധം നോൺ ഫേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഉർവശിയുടെ കുട്ടിക്കാലം ചെയ്ത തുളസി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്, അവർ അതിനുശേഷം വേറെ സിനിമകളൊന്നും അഭിനയിച്ചിരുന്നില്ല. അവർ പിന്നെ ഒരു ഡോക്ടറായി, എന്താ പറയുക, വളർന്ന് പഠിച്ച ഒരു ഡോക്ടറായി. കുറേ വർഷങ്ങൾക്ക് ശേഷം അവരെ വാശി എന്ന് പറയുന്ന ഒരു സിനിമയിലും നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞൊരു സിനിമയാണ് സ്ഫടികം. കുറേ ഭാഷകളൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്, തമിഴിൽ ചെയ്തിട്ടുണ്ട്. അത് സുന്ദർ സിയാണ് ആ റോള് ചെയ്തത്. പിന്നെ തെലുങ്കിൽ നാഗാർജുനയാണ് ചെയ്തത്. പക്ഷേ നമ്മളിതൊക്കെ കമ്പയർ നോക്കുമ്പോൾ എവിടെയും നമുക്ക് ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു ആടുതാമ ഐക്കോണിക് ക്യാരക്ടർ തന്നെയാണ്. നമുക്കൊരിക്കലും വേറൊരു നടനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ലാലേട്ടന് കിട്ടി. ഈ ഒരു സിനിമയ്ക്കും കാലാപാനിക്കും കൂടിയാണ് ലാലേട്ടൻ ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്, ബെസ്റ്റ് ആക്ടറിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പിന്നെ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട്
ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെന്നൊക്കെ ഗുഡ് നൈറ്റ് മോഹൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഭദ്രൻ്റെ അടുത്ത് പറഞ്ഞു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് പ്ലാൻ ചെയ്താലോ എന്നിട്ട്. നമുക്കറിയാം അതൊരു ബിസിനസ് തന്നെയാണ്. അതൊരു എന്താ പറയുക, ആ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു വലിയൊരു ബിസിനസ്സും അതിൻ്റെ വലിയ റൈറ്റ്സ് ഒക്കെ വിറ്റ് പോകുന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു പ്രൊഡ്യൂസർക്ക്. പക്ഷെ ഭദ്രൻ പറഞ്ഞത് അതിന് സെക്കൻഡ് പാർട്ട് ഇല്ല. കാരണം ആട് തോമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്കറിയാം, ആട് തോമ ഒരു റൗഡിയും ആടിൻ്റെ ചോര കുടിക്കുന്നൊക്കെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ അതിലവസാനം നമുക്കറിയാം തിലകൻ്റെ ക്യാരക്ടർ മരിക്കുന്നതാണ്. അങ്ങനെ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മോഹൻലാലിൻ്റെ ക്യാരക്ടർ നന്നാവുന്നതും എന്ന് വെച്ചാൽ അദ്ദേഹം ആ പഴയ ആട് തോമയല്ല അദ്ദേഹം. അപ്പോൾ ഇനി ആ കഥയില്ല, ആ കഥ സംഭവിക്കില്ല, അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് ഭദ്രൻ്റെ. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ വേണമെങ്കിൽ തട്ടിക്കൂട്ടാം അദ്ദേഹത്തിന് പറയാം. കാരണം പൊതുവെ പല ആളുകളും ഇതിൻ്റെ ഒരു ബിസിനസ് സൈഡൊക്കെ കണ്ട് പണം മോഹിച്ച് ചെയ്യുന്ന സംവിധായകരും എഴുത്തുകാരൊക്കെ ഉണ്ട്. പക്ഷെ ഭദ്രൻ അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. എന്തായാലും അവരുടെ സിനിമ അന്ന് 95 റിലീസ് ചെയ്തിട്ട് അന്ന് എല്ലാ തിയേറ്റേഴ്സിലും കുറേ കാലം ഓടി 8 കോടിയോളം അന്ന് ഗ്രോസ് ഗ്രോസ് കളക്ഷൻ ആയിരുന്നു അന്ന് കിട്ടിയിരുന്നത്. ഈ സിനിമ 2022 റിലീസ് ചെയ്തപ്പോഴും നമുക്കറിയാം ഏകദേശം 3-4 കോടി രൂപ ഗ്രോസ് കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് കുറേ എക്സ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വീണ്ടും 4Kയിലാക്കാനും കുറേ എക്സ്പെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ സിനിമ റിലീസിൽ ഭയങ്കര ലാഭമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു 2 കോടിയുടെ മേളിൽ തന്നെ ചിലവ് വന്നിട്ടുണ്ട് അത് വീണ്ടും തിയേറ്ററിൽ ഇറക്കാനായിട്ട്. പക്ഷെ വീണ്ടും ഒരു റിലീസ് ട്രെൻഡ് നമുക്ക് അതിനുശേഷം അറിയാം. ഇപ്പോൾ ചോട്ടാ മുംബൈയിലും ഇപ്പോൾ രാവണപ്രഭു ആയാലൊക്കെ റിലീസ് ട്രെൻഡിനൊരു തുടക്കം കുറിച്ചത് എനിക്ക് തോന്നുന്നു സ്ഫടികം തന്നെയായിരിക്കും. കാരണം വീണ്ടും ജനങ്ങൾ ഇടിച്ച് കയറും എന്നുള്ള ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും തിയേറ്റേഴ്സിനൊക്കെ വന്നത് സ്ഫടികത്തിലൂടെയാണ്. അതിനുശേഷമാണ് ദേവദൂതനും ഇപ്പോൾ റീസെൻ്റായിട്ട് രാവണപ്രഭു വരെ. ഇപ്പോൾ അടുത്ത എനിക്ക് തോന്നുന്നു വേറെ കുറേ സിനിമകളൊക്കെ ലാലേട്ടൻ്റെ വീണ്ടും ഗുരു റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അന്ന് സ്ഫടികത്തിൻ്റെ ഒരു എന്താ പറയുക ഹാങ് ഓവറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെൻഡൊക്കെ വേറെയും സിനിമകളിലൂടെയും പരസ്യങ്ങളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ദ്രൻസിൻ്റെ ഒരു പരസ്യം ഒരു ഏഞ്ചൽ ലുങ്കീസ് ആണെന്ന് തോന്നുന്നു, അതോ ഞാൻ ഏത് കമ്പനിയാണെന്ന് മറന്നുപോയി. ഇന്ദ്രൻസിൻ്റെ ഒരു ലുങ്കിയുടെ ഒരു പരസ്യമൊക്കെ ഉണ്ട് അതിൽ. നിങ്ങൾ പലർക്കും ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, അത് ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇന്ദ്രൻസ് ഒരു സ്ത്രീനെ കുറേ ആളുകൾ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇന്ദ്രൻസ് വരുന്നതും ലുങ്കി ഊരിയിട്ട് അവരെയൊക്കെ മുഖം മൂടി അവരിടിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിലൊരു സ്ഫടികം റെഫറൻസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. കൊക്കരകോ എന്ന് പറയുന്നൊരു സിനിമ, അതിൽ ദിലീപും വിജയകുമാറും സുധീഷും ഒക്കെ അഭിനയിച്ച നമുക്കറിയാം കോഴിക്കള്ളന്മാരായിട്ടുള്ളൊരു സിനിമ. ആ ഒരു സിനിമ കണ്ടവരെ അറിയാം. അതിലും ഒരു ക്ലൈമാക്സിൽ ഒരു ഫൈറ്റിൽ ഇതേപോലെ തന്നെ ദിലീപ് ലാലേട്ടനെ അനുകരിച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് തിയേറ്ററിൽ കയ്യടി തന്നെയായിരുന്നു. അപ്പോൾ സ്ഫടികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നും നമ്മുടെ സ്ഫടികത്തിൻ്റെ റെഫറൻസ് ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ കയ്യടി ഉറപ്പാണ്. അതാണ് എന്താ പറയുക ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക എത്ര കാലം കഴിഞ്ഞാലും എത്ര ജനറേഷൻ മാറിയാലും എന്താ പറയുക ആ ഒരു സിനിമയും ആ കഥാപാത്രവും മരിക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ സത്യം.